ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് രേഖപ്പെടുത്തുന്നത് വൗച്ചറുകൾ വഴിയാണ്. പ്രധാനമായിട്ടുള്ള വൗച്ചറുകൾ ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ്, ബാങ്ക് റെസിപ്റ്റ്, ബാങ്ക് പേയ്മെൻറ്റ്, ജേണൽ വൗച്ചർ, കോൺട്രാ വൗച്ചർ എന്നിവയാണ്. ഇതിൽ ക്യാഷ് റെസിപ്റ്റ് ക്യാഷിലേക്ക് എമൗണ്ട് റിസീവ് ചെയ്യുന്നതാണ്. റിസീവ്ഡ് ടു ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ക്യാഷ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ക്യാഷ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, റിസീവ് ഫ്രം. ഏത് അക്കൗണ്ടിൽ നിന്നാണോ പണം സ്വീകരിക്കുന്നത് ആ അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ടാണ് വേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അക്കൗണ്ട് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് പൈസ നമ്മൾ കടം വാങ്ങുകയാണെങ്കിൽ ഒരു സൺട്രി ക്രെഡിറ്ററുടെ അടുത്ത് നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ആ സൺട്രി ക്രെഡിറ്റർക്ക് ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ഏത് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് എന്ന് നമുക്കിവിടെ പറയാം. ഇപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ കീഴിലാണെങ്കിൽ സൺട്രി ക്രെഡിറ്റർ, അയാളുടെ അഡ്രസ്സോ മൊബൈൽ നമ്പറോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ സേവ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് സെലക്റ്റഡായി. ഇനി എമൗണ്ട് എത്രയാണോ അത് എൻ്റർ ചെയ്യാം. എന്തെങ്കിലും നരേഷൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. ആ ക്യാഷ് റെസിപ്റ്റ് നമ്മൾ സേവ് ചെയ്തു. അത് ഇന്നത്തെ വൗച്ചർ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. വൗച്ചർ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ക്യാഷ് റെസിപ്റ്റ് 5,000 rupees ഫ്രം തോമസ്. അത് ക്ലിക്ക് ചെയ്താൽ അത് എഡിറ്റ് മോഡിലേക്ക് പോകും. അത് ചേഞ്ചസ് വരുത്തി അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം.